ഹലോ എവരിവൺ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഓർബിറ്റ് വിന്നേഴ്സിന് മുന്നിലാണ്. ഇന്ന് ഞാനിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് 2 മാസത്തെ സ്കൂൾ വെക്കേഷനൊടുവിൽ ഇന്ന് സ്കൂൾ തുറക്കുകയാണല്ലോ. അതിനാൽ നമ്മുടെ എല്ലാ കുട്ടികളെയും ഇവിടെ ഓർബിറ്റിൽ അഡ്മിഷൻ തുടരുന്ന കാര്യം അറിയിക്കേണ്ടതുണ്ട്. അവർക്കെല്ലാവർക്കും ഒരു നോട്ടീസ് നൽകുക എന്നുള്ള ഒരു ലക്ഷ്യവും മറ്റൊന്ന് കഴിഞ്ഞ വർഷത്തെ A+ വിന്നേഴ്സിൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു ഫ്ലെക്സ് ഫ്രണ്ടിൽ കെട്ടുക എന്നുള്ളതും കൂടിയിട്ടാണ്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഓർബിറ്റ് വിന്നേഴ്സിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ദിസ് ഇസ് അമൽ ഫ്രം സ്പേസ് ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മൾ കഴിഞ്ഞ വർഷത്തെ A+ വിന്നേഴ്സിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഫ്ലെക്സ് ബോർഡ്. അത് ഒരു ഫ്രെയിമിലേക്ക് ഞാൻ അടിച്ചു ചേർത്തിട്ടുണ്ട്. ഇനി ഇതിനെടുത്ത് അപ്പുറത്തെ കടയുടെ മുന്നിലായിട്ട് കൊണ്ടുപോയി കെട്ടി വെക്കേണ്ടതുണ്ട്. നമുക്ക് എടുത്ത് പോവാം. അപ്പോൾ ഈ ഫ്ലെക്സ് ബോർഡുമായിട്ട് വന്ന് സ്കൂളിൻ്റെ ഗേറ്റിന് മുന്നിലുള്ള കടയ്ക്ക് മുന്നിലായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഫ്ലെക്സ് അവിടെ കൊണ്ടുപോയി വെച്ച് ഇനി ഈ പരസ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നേരെ ഇനി കുട്ടികൾക്കൊക്കെ കൊണ്ടുപോയി കൊടുക്കണം. നേരെ അതിലേക്ക് പോകാം. അങ്ങനെ സ്കൂളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും നമ്മുടെ പരസ്യം കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ നോട്ടീസൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഓഫീസിലേക്ക് ഇറങ്ങിയതായിരുന്നു. ഇപ്പോൾ അങ്ങനെ നോക്കിയ സമയത്ത് നമ്മൾ മുമ്പ് കെട്ടിയിട്ടുള്ളൊരു ഫ്ലെക്സിൻ്റെ കയറ് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ കയറൊന്ന് പോയി നന്നാക്കാണ്ടിട്ടുണ്ട്. അതൊന്ന് പോയി നന്നാക്കിയിട്ട് വരാം. നമ്മുടെ പൊട്ടി വീണ ബോർഡും ഒന്ന് തൽക്കാലം കെട്ടി വെച്ചിട്ടുണ്ട്. പരസ്യങ്ങൾ കൊടുക്കാനുള്ളത് കൊടുത്തു, അവിടെ ഫ്ലെക്സ് വെക്കാനുള്ളത് വെച്ചു, കെട്ടാനുള്ളത് കെട്ടി. ഓഫീസിൽ വന്നിരിക്കുകയാണ്. ഇനി നേരെ 10ാം ക്ലാസ്സുകാർക്കുള്ള നോട്ട് ഉണ്ടാക്കാൻ പോവാണ്. ഇപ്പോൾ 2ാമത്തെ ചാപ്റ്ററിൻ്റെ നോട്ടാണ് ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം മലയാളം മീഡിയത്തിൻ്റെ ഉണ്ടാക്കി, ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ 2 ദിവസം മുമ്പ് ചെയ്തു കഴിഞ്ഞാണ്. കുറച്ച് പാടാണ്. മലയാളം ടൈപ്പിംഗ് വലിയ ധാരണയില്ലായിരുന്നു. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നോട്ട് നിർമ്മാണം നല്ല തകൃതി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഒരു ചെറിയ ബ്രേക്ക് എടുത്തു. ഇന്നലത്തെ ഒരു ബർത്ത്ഡേ വീഡിയോ ഉണ്ടായിരുന്നു, അതൊന്ന് എഡിറ്റ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി വീട്ടിലെത്തിയിട്ട് അതൊന്ന് അപ്ലോഡ് ചെയ്യണം. കാരണം ഞാൻ നെറ്റ് റീചാർജ് ചെയ്യാറില്ല, അതുകൊണ്ട് തന്നെ ഡാറ്റ ഇല്ല. വീട്ടിലെത്തി വൈഫൈയിൽ കണക്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ നന്നായിട്ട് നോട്ട് നിർമ്മാണം തകൃതി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നേരെ പോയിട്ട് ചായ ഇട്ട് കുടിക്കണം. ചായ എടുക്കാൻ ആദ്യം വെള്ളം എടുക്കാൻ പോകണം. പോയി വെള്ളം എടുത്തിട്ട് വരാം. ഇവിടെ വെള്ളം കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു ഇൻഡക്ഷൻ സ്റ്റവ് ഉണ്ട്. അത് നേരെ പ്ലഗ് ചെയ്തിട്ട് ഓൺ ചെയ്യാം. എന്നിട്ട് വെള്ളം തിളപ്പിച്ചെടുക്കണം. ഓണാക്കി 1800 അൽമറയിൽ നിന്ന് ചായപ്പൊടി പഞ്ചസാര എടുക്കണം. എന്നിട്ട് ചായറം കുടിക്കണം. അങ്ങനെ അത് വെള്ളം തിളച്ച് വന്നിരിക്കുകയാണ്. ഇനി നേരെ കുറച്ച് തേയിലപ്പൊടി എടുത്തിട്ട് ഇട്ട് കൊടുക്കാം. ചായ നല്ല കട്ടൻ ചായ റെഡി ആകട്ടെ. ഇനി മധുരം ഇട്ട് മിക്സ് ചെയ്യേണ്ടതുണ്ട്. ലൈറ്റ് ആയിട്ടുള്ള മധുരം എനിക്ക് ആവശ്യമുള്ളൂ. അതുകൊണ്ട് അതും കൂടെ സെറ്റ് ചെയ്യട്ടെ. അതെ, ചായ ഉണ്ടാക്കി. ഓർബിറ്റിൻ്റെ ഫ്രണ്ടിലുള്ള നല്ല ഭംഗിയുള്ള മരങ്ങളൊക്കെ നോക്കി നല്ല ആംബിയൻസിൽ അപ്പുറത്തെ സ്കൂളിൽ ക്ലാസ് നടക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അതെ, നല്ല രീതിയിൽ നോട്ട് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചായ കുടിയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വീഡിയോ കാണുന്നവരോട് ഒരു കാര്യം പറയാനുള്ളത്, 8, 9, 10 ക്ലാസ്സുകളിൽ പഠിക്കുന്ന EMA സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ ആവശ്യമുണ്ട് എങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇവിടെ 8, 9, 10 ക്ലാസ്സുകളിൽ ഇംഗ്ലീഷ് മീഡിയം, മലയാളം മീഡിയം ട്യൂഷൻസ് അവൈലബിൾ ആണ്. അഡ്മിഷൻ ഇപ്പോൾ ഓപ്പൺ ആണ്. കുറച്ച് കഴിഞ്ഞ് ക്ലോസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആവശ്യമുള്ളവർ ഉടൻ കോൺടാക്ട് ചെയ്യേണ്ടതാണ്. ഈ ഓർബിറ്റ് വിന്നേഴ്സ് സ്ഥിതി ചെയ്യുന്നത് EMA സ്കൂളിലെ CB ഹാജി ഗേറ്റിന് തൊട്ട് മുൻപിലാണ് എന്നുള്ളതുകൊണ്ട് സ്കൂളിലെ കുട്ടികൾക്ക് ഓർബിറ്റ് വിന്നേഴ്സ് വരാൻ വേണ്ടിയിട്ട് യാതൊരു തരത്തിലുള്ള പ്രയാസവും നേരിടേണ്ടി വരില്ല. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് എത്തുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അങ്ങനെ ഏറെ നേരത്തെ കഷ്ടപ്പാടിനൊടുവിൽ 10ാം ക്ലാസ്സിന്റെ കെമിസ്ട്രിയിലെ 2ാമത്തെ ചാപ്റ്ററിന്റെ നോട്ട് ഞാനിതാ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് കാണാം എന്ന് തോന്നുന്നു. ഓർബിറ്റിന്റെ ബാഡ്ജ് ഉണ്ട്, അടിയിൽ എൻ്റെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഫൈനലി അത് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു പ്രൂഫ് റീഡിങ് നടത്താനുണ്ട്. സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഉണ്ടോ എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. മാറ്റാനുണ്ട്, തന്നെ മാറ്റം വരുത്താനുണ്ട്. അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഓർബിറ്റിലെ ഓഫീസ് അടച്ച് ഞാനിനി വീട്ടിലേക്ക് മെല്ലെ നീങ്ങുകയാണ്. അതിനാൽ തന്നെ ഈ വ്ളോഗ് ഇവിടെ വച്ച് അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.